മഹാഭാരത ഗാഥ തുടരുകയാണ്. തുടരുന്ന മഹായാത്രകൾ. മൗസലപർവ്വത്തിലെ തീർത്തും ഇരുണ്ട അന്തരീക്ഷം തുടർന്നു വരുന്ന മഹാപ്രസ്ഥാന പർവ്വത്തിലേക്കും പടരുന്നതായി കാണാം. മുനിശാപവും ഗാന്ധാരി ശാപവും നിയതിയും ദൈവനീതിയും മനുഷ്യ അധ്വാനവുമൊക്കെ കൂടിക്കലർന്ന് വാഴുവിൻ്റെ ശോകതീരങ്ങളെ കൂടുതൽ കലുഷമാക്കുന്നു. അനിശ്ചിതത്വവും അനിവാര്യവുമായ യാത്രയും മരണവും ഒക്കെ ചേർന്ന അന്തരീക്ഷമാണ് മഹാപ്രസ്ഥാനത്തിൻ്റേത്. കൂട്ടക്കൊല നടന്ന സൗപ്തിക പർവ്വം പോലും ഇത്രയേറെ തമോമയമായിരുന്നില്ല. ഓരോ പർവ്വത്തിൻ്റെയും സ്വഭാവം സവിശേഷമായ രീതിയിലാണ് ഇതിഹാസകാരൻ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് അനുഭവപ്പെടും. പഴങ്കഥകളും ഉപദേശപർവങ്ങളുമൊക്കെ ഒഴിവായാൽ പ്രധാന കഥാഖ്യാനം ചെയ്യുന്ന ഭാഗമൊക്കെ ചടുലവും ചലനാത്മകവുമാക്കാനും കഥാപാത്രങ്ങളുടെ മനോവ്യാപാരങ്ങളിൽ ശ്രദ്ധ പുലർത്താനുമാണ് ഇതിഹാസം ശ്രമിക്കുന്നത്. ദീർഘമായ ഉപദേശപർവങ്ങളാണ് ഇതിഹാസത്തിന് മനുഷ്യേതിഹാസം എന്നതിലുപരി ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ മാനങ്ങൾ നൽകുന്നത്. എന്നാൽ മാനവ ജീവിതം എന്ന കുരുക്ഷേത്രത്തിൽ സംഭവിക്കുന്ന ബാഹ്യവും ആന്തരികവുമായ സംഘർഷാത്മക സംഭവ പരമ്പരകൾ തന്നെയാണ് മഹാഭാരതത്തിന് ഇതിഹാസമാനം നൽകുന്നത് എന്നു കാണാം. മഹാപ്രസ്ഥാനം. മൗസലം കഴിഞ്ഞ് മഹാപ്രസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ യുധിഷ്ഠിരനും അനുജന്മാരും കൂടുതൽ ദുഃഖിതരായി കാണപ്പെട്ടു. ആഴമേറിയ നിരാശയും ശൂന്യതാബോധവും അവരുടെ മുഖത്ത് നിഴലുകൾ വീഴ്ത്തി. അവരിൽ ഉദിച്ചിരുന്ന ഉത്സാഹത്തിൻ്റെയും കർമ്മസന്നദ്ധതയുടെയും സൂര്യൻ തീർത്തും മങ്ങി മാത്രം കത്തി നിന്നു. ഗാന്ധാരി പറഞ്ഞ 36 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധം അവരെ തളർത്തി. മനുഷ്യ അധ്വാനം കൊണ്ടും ധൈഷണികമായ ചിന്ത കൊണ്ടും മുന്നോട്ടു പോകാനാവുമോ എന്ന സാധ്യത പോലും പാണ്ഡവർ അന്വേഷിച്ചില്ല. രണഭൂമികളിൽ മനുഷ്യകർമ്മത്തിൻ്റെ മഹാവിസ്മയങ്ങൾ തീർത്ത മഹാരഥന്മാരാണ് ഭീമനും അർജുനനും. പാരമ്പര്യത്തിൻ്റെ വിധിവിശ്വാസങ്ങളിൽ ആണ്ടുമുങ്ങി അവരും ചോദ്യം ചെയ്യാതെ നിയതിക്ക് കീഴടങ്ങാൻ തീരുമാനിച്ചു. എല്ലാം ആരോ മുൻകൂട്ടി ആസൂത്രണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നും തങ്ങൾക്കിനി സവിശേഷമായി ഒന്നും ചെയ്യാനില്ല എന്നുമുള്ള വിചിത്രമായ ചിന്ത പാണ്ഡവരെ ഗ്രസിച്ചു. നിയതിക്കെതിരെ മനുഷ്യകർമ്മവും ഇച്ഛാശക്തിയും ഉയർത്തിപ്പിടിച്ച് പൊരുതേണ്ടതുണ്ട് എന്ന ചിന്ത പോലും മഹാജ്ഞാനികളായ ധർമ്മപുത്രനും അർജുനനും ഉണ്ടായില്ല. അവരിലെ പോരാളികൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അവരിപ്പോൾ പഴയ മഹാരഥന്മാരല്ല, വെറും ദുർബലരായ മനുഷ്യർ. ഒരു ദുശകുനം കണ്ടാൽ പതർച്ച വരുന്നവർ. എല്ലാവരും അനിവാര്യമായ അന്ത്യം കാത്തിരിക്കുന്ന മാനസികാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അത്തരമൊന്നും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന മട്ടിൽ എല്ലാവരും കാത്തിരുന്നു. അർജുനൻ ദ്വാരകയിൽ നിന്ന് തിരിച്ചെത്തി കൂടെ വന്ന സ്ത്രീകളെ ഇന്ദ്രപ്രസ്ഥത്തിലെ വിവിധ ഇടങ്ങളിൽ താമസിപ്പിക്കുകയും അവർക്ക് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. കാര്യങ്ങളൊക്കെ അർജുനൻ വിശദമായി സഹോദരന്മാരെ അറിയിച്ചു. പാണ്ഡവർ ഗാണ്ഡീവിയിൽ നിന്ന് വിവരമറിഞ്ഞ് അവിശ്വസനീയതയോടെ നിന്നു. കൃഷ്ണൻ ഇല്ലാതാവുക, അത് അവരുടെ ഏറ്റവും ഭ്രമാത്മക ചിന്തകളിൽ പോലും സ്ഥാനം പിടിച്ചിരുന്നില്ല. കൃഷ്ണൻ വിരാജിച്ചിരുന്ന ദ്വാരകയുടെ അന്ത്യവും സുഹൃത്തും വഴികാട്ടിയുമായിരുന്ന കൃഷ്ണൻ്റെ ഒട്ടും സംഭവബഹുലമല്ലാത്ത തിരോധാനവും പാണ്ഡവരുടെ ഉത്സാഹത്തെയും കർമ്മസന്നദ്ധതയെയും പൂർണ്ണമായും കെടുത്തിക്കളഞ്ഞു. കൃഷ്ണൻ എന്നും പാണ്ഡവരുടെ മുന്നിൽ വിസ്മയപുരുഷനായി നിന്നു. മഹായുദ്ധത്തിൻ്റെ ഭീഷണവേളകളിൽ ശക്തി സൗന്ദര്യങ്ങളുടെ നിറകുടമായി നിന്നു. പാർത്ഥസാരഥിയായി തേരോടിച്ച് രണഭൂമിയിൽ ശത്രുക്കൾക്ക് നരകം വിതച്ചു. പാർത്ഥസാരഥിക്കൊപ്പം അർജുനൻ യുദ്ധഭൂമിയിൽ കൗരവർക്ക് ദുരന്തം തീർത്തു. ഇന്ദ്രപ്രസ്ഥത്തിലെ നിർണായക മുഹൂർത്തത്തിൽ ശിശുപാലൻ തലയേറ്റു വീണു. ആ കൃഷ്ണൻ ഇന്നില്ല. അതുകൊണ്ട് ഇനി എന്തു വേണം എന്ന് തീരുമാനമെടുക്കാൻ യുധിഷ്ഠിരന് എളുപ്പമായി. എല്ലാം എവിടെയെങ്കിലും അവസാനിപ്പിക്കണം. ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വാദ്യമാണ് എന്ന ചിന്തയല്ല, വിരസാവസാനമായ അതിന് അന്ത്യം കുറിക്കുക എന്നതാണ് ശരിയെന്നും അദ്ദേഹം കരുതി. അതേ തീരുമാനം ജ്യേഷ്ഠപാണ്ഡവൻ അർജുനനെ അറിയിച്ചു. പാർത്ഥന് കാര്യം മനസ്സിലായി. യുദ്ധരംഗത്ത് പൗരുഷത്തിൻ്റെ പുരുഷകർമ്മത്തിൻ്റെ അവതാരമായി അരങ്ങു തകർത്ത അർജുനൻ അനിശ്ചിതമായ വിധിയുടെ കൈകളിലേക്ക് സ്വയം എറിഞ്ഞുകൊടുക്കാൻ തീരുമാനമെടുത്തു. ഭരണത്തിലും പ്രതാപത്തിലും ഐശ്വര്യത്തിലുമൊക്കെ എല്ലാവർക്കും എന്നേ താല്പര്യമില്ലാതായി കഴിഞ്ഞിരുന്നു. യുധിഷ്ഠിരനാണ് അത് ആദ്യം തോന്നിയത്. പിന്നെ മറ്റുള്ളവരും ക്രമേണ വൈരാഗ്യത്തിൻ്റെ കൈകളിലേക്ക് ചെന്നു വീണു. നേടിയെടുക്കാൻ മാത്രമല്ല, നേടിയതൊക്കെ ചിലപ്പോൾ വിട്ടുകൊടുക്കാനും തയ്യാറാകേണ്ടി വരും എന്ന് അവർ തിരിച്ചറിഞ്ഞു.
മൗസലപർവ്വ സംഭവങ്ങൾക്ക് ശേഷം ത്യജിക്കൽ അഥവാ ഉപേക്ഷിക്കൽ, വിട്ടുകൊടുക്കൽ എന്നതിൻ്റെ മനഃശാസ്ത്രം പാണ്ഡവരിൽ രൂഢമൂലമായി. സാധാരണ കൊള്ളക്കാരിൽ നിന്ന് സവ്യസാചിക്കേറ്റ പരാജയം ഉപേക്ഷയുടെ പാഠങ്ങൾക്ക് സാങ്കത്യം കൂട്ടി. അർജുനൻ രാജാവാണ്. എന്തുകൊണ്ട് സേനയെ കൂട്ടാതെ ശ്രമകരമായൊരു ഉദ്യമത്തിന് ഒറ്റയ്ക്ക് പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പക്ഷേ സ്വാഭാവികമാണ്. ഭീമനെയെങ്കിലും അർജുനന് കൂടെ കൂട്ടാമായിരുന്നു എന്നും ചിന്തിക്കാവുന്നതാണ്. കൃഷ്ണൻ മറഞ്ഞാലും രാജാക്കന്മാരായ പാണ്ഡവർക്ക് ഉത്തരവാദിത്വം ബാക്കി കിടക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് ജീവിതത്തിൽ ഏതവസ്ഥയിലും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും പാണ്ഡവർക്ക് കരുതാമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. മൗസലപർവ്വ സംഭവങ്ങളുടെ ആഘാതം അതിനൊന്നും സമയം കൊടുത്തില്ല. കൃഷ്ണൻ്റെ തിരോധാനം അർജുനനിൽ സൃഷ്ടിച്ച ആഴമേറിയ മനോദൗർബല്യത്തിൻ്റെയും ശൂന്യതയുടെയും സർഗാത്മകമായ ആവിഷ്കാരമായി കൊള്ളക്കാരുമായുള്ള അർജുനൻ്റെ പരാജയത്തെ വായിച്ചെടുക്കാനാകും. ഹസ്തിനപുരിയിൽ അമംഗളങ്ങളുടെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്ന് ധർമ്മപുത്രന് തോന്നി. മരണത്തിന് വെല്ലാൻ കഴിയാത്ത വ്യക്തിത്വമാണ് കൃഷ്ണൻ്റേതെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അല്പം പോലും ഗംഭീരമല്ലാത്ത തീർത്തും അതിസാധാരണമായ മരണമാണ് കൃഷ്ണനെ അപഹരിച്ചത്. ഇതിൽ കൂടുതൽ ദുഃഖകരമായി തങ്ങൾക്ക് ഇനിയൊന്നും വരാനില്ല എന്ന് പാണ്ഡവർക്ക് തോന്നിയത് സ്വാഭാവികം. യുധിഷ്ഠിരൻ പാർത്ഥനോട് പറഞ്ഞു, ഹസ്തിനപുരിയിൽ ഇനി നമ്മുടെ ഭരണം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അർജുന, നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ്. പാർത്ഥൻ ജ്യേഷ്ഠൻ്റെ മുഖത്തു നോക്കി. അവിടെ ദുഃഖത്തിൻ്റെ, ചിന്താകുലതയുടെ, അനിശ്ചിതത്വത്തിൻ്റെ ചുളിവുകൾ വീണുകിടക്കുന്നത് അർജുനൻ കണ്ടു. അർജുനൻ ജ്യേഷ്ഠനെ അനുകൂലിച്ചു. ഭീമനും എന്തോ ഒരെതിർപ്പും പ്രകടിപ്പിച്ചില്ല. നകുലനും സഹദേവനും വിനീത വിധേയരായി നിന്നു. പാഞ്ചാലിക്കും കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി കഴിഞ്ഞിരുന്നു. കൃഷ്ണൻ്റെ ആകസ്മികമായ മൃത്യു അവരെയും ആഴത്തിൽ സ്പർശിച്ചിരുന്നു. പാഞ്ചാലിയും യാത്രയ്ക്ക് തയ്യാറായി. അവർ 6 പേരും മഹാപ്രസ്ഥാനത്തിന്, മഹായാത്രയ്ക്ക് തയ്യാറായി. ജീവിതം എന്ന യാത്ര. യുധിഷ്ഠിരൻ മുന്നിൽ നടന്നു. പിന്നിൽ ഭീമൻ, ഭീമനു പിന്നിൽ അർജുനൻ, പിന്നെ നകുലൻ, നകുലനു പിന്നിൽ സഹദേവൻ നടന്നു. സഹദേവനും പിന്നിൽ പാഞ്ചാലി അധോമുഖിയായി നടന്നു നീങ്ങി. അവർ 6 പേർ വേഗം നടന്നു. യുധിഷ്ഠിരൻ്റെ കൂടെ ഒരു നായ കൂടി ഉണ്ടായിരുന്നു എന്ന് ഇതിഹാസം. യാത്രയ്ക്ക് മുമ്പ് യുധിഷ്ഠിരൻ സുഭദ്രയുടെ പൗത്രനായ പരീക്ഷിത്തിനെ രാജാവാക്കി. രാജാവ് ബാലനായതുകൊണ്ട് ഭരണച്ചുമതല ധൃതരാഷ്ട്രപുത്രനായ യുയുത്സുവിന് നൽകി. യുദ്ധത്തിൽ മരിക്കാതെ ബാക്കിയായവരിൽ ഒരാളാണ് യുയുത്സു. കൃഷ്ണൻ്റെ തിരോധാനത്തിന് ശേഷം ഇളയപുത്രനായ വജ്രനെ അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാവാക്കി വാഴിച്ചു. പാണ്ഡവരും പാഞ്ചാലിയും നടന്നു. രാജകീയ ആലഭാരങ്ങൾ വലിച്ചെറിഞ്ഞ് അവർ മരവുരി അണിഞ്ഞിരുന്നു. പാഞ്ചാലിയും മരവുരി അണിഞ്ഞ് കൂടെ നടന്നു. അവർ രാജാക്കന്മാരല്ലാതായി, ക്ഷത്രിയന്മാരല്ലാതായി, വെറും മനുഷ്യരായി നടന്നു. ഹസ്തിനപുരിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ജനങ്ങൾ അലമുറയിട്ട് അവരെ യാത്രയാക്കി. യുധിഷ്ഠിരൻ്റെ തീരുമാനം പെട്ടെന്നായിരുന്നതുകൊണ്ട് അവർക്ക് അത് ഉൾക്കൊള്ളാനായിരുന്നില്ല. പാഞ്ചാലി മരവുരി അണിഞ്ഞത് കണ്ട് സ്ത്രീകൾ അലമുറയിട്ട് കരഞ്ഞു. ഹസ്തിനപുരി രാജ്ഞിയുടെ പെട്ടെന്നുള്ള രൂപമാറ്റം അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ലാവണ്യവതിയായ പാഞ്ചാലി നിമിഷങ്ങൾക്കുള്ളിൽ പരിവ്രാജികയുടെ രൂപഭാവങ്ങളിൽ നിന്നു. ചിലർ നിലവിളിച്ചു, ചിലർ അത്ഭുതം അടക്കാൻ കഴിയാതെ വിഷമിച്ചു. ജനങ്ങൾക്ക് പതിവ് പോലെ ഒന്നും മനസ്സിലായില്ല. അവർ കൂടുതൽ വിനയാന്വിതരായി. തങ്ങൾക്ക് മനസ്സിലാകാത്ത ചരിതമാണ് രാജാക്കന്മാരുടേത് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ ചിരിക്കുകയും കരയുകയും ചെയ്തു. ചിന്തിച്ചില്ല. അത് അവർക്ക് ശീലമില്ലായിരുന്നു. അനുസരണത്തിൻ്റെ കോടമഞ്ഞു വീണ താഴ്വാരത്തിലൂടെ അവർ നടന്നു. അധികാരം പരിത്യജിക്കുന്ന വേളയിലും യുധിഷ്ഠിരൻ ബ്രാഹ്മണരെ മറന്നില്ല. അളവറ്റ ദാനം നൽകി അവരെ പരമാവധി സന്തോഷിപ്പിച്ചു. അശ്വങ്ങളും രഥങ്ങളും അദ്ദേഹം ബ്രാഹ്മണർക്ക് കൊടുത്തു. മാത്രമല്ല, പോകുന്ന പോക്കിലും ബ്രാഹ്മണർക്ക് അദ്ദേഹം സ്ത്രീകളെ നൽകി ധർമ്മിഷ്ഠനായി. ദാനവസ്തുക്കൾ എന്ന നിലയിൽ നേരത്തെയും സ്ത്രീകൾ ബ്രാഹ്മണർക്കായി നൽകപ്പെട്ടു. ബ്രാഹ്മണരെ അദ്ദേഹം ആവോളം പൂജിച്ചു. ജനം അതെല്ലാം പതിവ് പോലെ കണ്ടുനിന്നു. പാണ്ഡവരും പാഞ്ചാലിയും വേഗത്തിൽ നടന്നു. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് യാതനകൾ താണ്ടി അവർക്കിടയിൽ മൗനം കനത്തുകിടന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ എന്ന് അവരിൽ ഓരോ വ്യക്തിയും വിചാരിച്ചു. വാഴ്വിൻ്റെ സമരഭൂമികൾ അവർ പിന്നിട്ടു.
ജീവിതം തുടിക്കുന്ന സമതലഭൂമികൾ അവരെ എതിരേറ്റു. യാതനകളുടെ ഗിരിശൃംഗങ്ങളിലൂടെ അവർ നടന്നു. ഏകാകിതയുടെ കാന്താരഭൂമികൾ അവർക്ക് പിന്നിൽ അപ്രത്യക്ഷമായി. പുഷ്പിതകളായ വനസ്ഥലികൾ അവരോട് മന്ദഹസിച്ചു. അവർ നോക്കിയില്ല. അവർക്കിടയിൽ ഹിമക്കട്ട പോലെ മൗനം വിറങ്ങലിച്ചു കിടന്നു. ചുറ്റുപാടുകളെ അവർ ശ്രദ്ധിച്ചില്ല. കിളികളുടെ പാട്ട് കേട്ടില്ല. കാറ്റിൻ്റെ സുഗന്ധം തിരിച്ചറിഞ്ഞില്ല. വരണ്ട തൊണ്ടയുമായി അവർ ദൂരങ്ങൾ താണ്ടി. കുറേ ചെന്നപ്പോൾ അർജുനന് തോന്നി തനിക്കിനി ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും ആവശ്യമില്ല എന്ന്. രണഭൂമികളിലെ ആ സന്തത സഹചാരികളെ അർജുനൻ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആരും അത് ശ്രദ്ധിച്ചില്ല. അർജുനൻ എന്ന സ്വത്വം ജലത്തിൽ ലയിച്ചു. കേവല മനുഷ്യനായി പാർത്ഥൻ നടന്നു. മഹാരഥന്മാരുടെ പതനം. യുധിഷ്ഠിരനും കൂടെയുള്ളവരും നിശബ്ദം നടന്നു. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആരും ചോദിച്ചില്ല. ഉയരങ്ങളും സാഗരതീരങ്ങളും കടന്ന് അവർ കിഴക്കോട്ടും പിന്നെ തെക്കുപടിഞ്ഞാറു ഭാഗത്തേക്കും യാത്ര ചെയ്തു. ഏതൊക്കെയോ ഗിരിശൃംഗങ്ങളിലൂടെ അവർ വീണ്ടും നടന്നു മുന്നേറി. അവർക്ക് തിരിഞ്ഞു നോക്കണം എന്നുണ്ടായിരുന്നു. പിന്നിട്ട സമതല ഭൂമികളുടെ വിസ്തൃതിയിലേക്ക് തിരിഞ്ഞു നോക്കണം എന്ന് പാഞ്ചാലിക്കും തോന്നി. എന്നാൽ തിരിഞ്ഞു നോക്കിയില്ല. ഉയരങ്ങളിലൂടെ സഞ്ചരിക്കവേ പാഞ്ചാലിയുടെ ഓർമ്മയിൽ പൊടുന്നനെ പഴയ ഗന്ധമാദന യാത്ര ഓർമ്മ വന്നു. ഭീമപുത്രനായ ഘടോൽക്കജൻ തന്നെയും ചുമലിലേറ്റി ഉയരങ്ങൾ താണ്ടിയത് പാഞ്ചാലി ഓർത്തെടുത്തു. ഒരു നിമിഷം ദ്രൗപദി എന്ന അമ്മയുടെ ഉള്ളിലൂടെ തൻ്റെ 5 മക്കളുടെ മുഖം മിന്നിമറഞ്ഞു. പിന്നീട് എപ്പോഴോ അവരുടെ ഉള്ളിലൂടെ ഒരു സൗഗന്ധികം പൂമണം പൊഴിച്ചു മറഞ്ഞു. തല താഴ്ത്തി നടന്നിരുന്ന ദ്രൗപദി ഒരു മാത്ര മിഴി ഉയർത്തി വരിയിൽ രണ്ടാമതായി നടക്കുന്ന ഭീമസേനനെ നോക്കി. എല്ലാം ഏതോ പൂർവജന്മത്തിൽ നടന്ന കാര്യങ്ങളാണ് എന്ന് പാഞ്ചാലിക്ക് തോന്നി. ദ്രൗപദി കണ്ണുകൾ ഇറുക്കി അടച്ചു. വേണ്ട, ഓർമ്മകളുടെ താഴ്വാരകൾക്കുമേൽ അവർ വിസ്മൃതിയുടെ നീഹാരയവനിക താഴ്ത്തി. ഒരു കാര്യം ദ്രൗപദി ഓർത്തെടുത്തു. ഇത്രയേറെ കഠിന വഴികൾ പിന്നിട്ടിട്ടും തന്നെ ക്ഷീണം ബാധിച്ചിട്ടില്ല. എന്നാൽ ഉള്ളിലെവിടെയോ ഒരു നെരിപ്പോടെ എരിയുന്നതിൻ്റെ വിദൂരമായ വേദന അവർക്ക് അനുഭവപ്പെട്ടു. ഒന്നും ഓർക്കരുത്. ഓർമ്മകൾ കടലുപോലെ മുക്കിക്കളയും. നിസ്സംഗത മുഖത്തു വരുത്താൻ ശ്രമിച്ച ദ്രൗപദി നടന്നു. ഒന്നും ആലോചിക്കരുത്, പറയരുത്, സങ്കല്പിക്കരുത്. ഇത് വികാരങ്ങളുടെ, ഹൃദയബന്ധങ്ങളുടെ ലൗകിക ലോകമല്ല. ഇത് മറ്റേതോ തനിക്കിതുവരെ പരിചയമില്ലാത്ത തണുത്ത വിദൂര നീരവ മേഖല. സ്വപ്നസന്നിഭമായൊരു ലോകത്തിലൂടെയാണോ താൻ സഞ്ചരിക്കുന്നത് എന്ന് ദ്രൗപദി സംശയിച്ചു. പെട്ടെന്ന് ദ്രൗപദിക്ക് എല്ലാം കീഴ്മേൽ മറിഞ്ഞതുപോലെ തോന്നി. മുന്നിൽ നടക്കുന്ന ഈ മനുഷ്യരൊക്കെ ആരൊക്കെയാണ് ഈ മഹാനുഭാവന്മാർ? ദ്രൗപദിയുടെ ഉള്ളിൽ ഓർമ്മയ്ക്കുമേലെ വിസ്മൃതിയുടെ ഹിമക്കട്ടകൾ അടിഞ്ഞുകൂടി. പാണ്ഡവരും പാഞ്ചാലിയും പിന്നെയും ദൂരങ്ങൾ താണ്ടി. മഞ്ഞുമലകൾക്ക് മേലെ രൂപം കൊണ്ട ഏതോ വെളിച്ചമുള്ള സമതലഭൂമിയിലായിരുന്നു അവർ. ഹിമാലയവും കടന്ന് അവർ മണൽക്കടൽ കണ്ടു. പിന്നെ മഹാമേരു. നടത്തത്തിൻ്റെ ഏതോ വഴിത്തിരിവിൽ വച്ച് പിന്നിൽ ആരോ വീണു. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഭീമൻ. പക്ഷേ വീണത് ആര് എന്ന് തിരിഞ്ഞു നോക്കി. പാഞ്ചാലി. ഭീമൻ വിഷമത്തോടെ യുധിഷ്ഠിരനോട് വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠ, പാഞ്ചാലി വീണു. അയ്യോ, എന്തേ അവൾ വീണുപോയത്? യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, അവൾക്ക് 5 പേരും തുല്യരായിരുന്നില്ല. അർജുനനോട് പക്ഷപാതമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മഞ്ഞുമലയുടെ തണുപ്പും ഇരുമ്പിൻ്റെ ഉറപ്പും ഉണ്ടായിരുന്നു. ഭീമൻ അപ്പോൾ ജ്യേഷ്ഠൻ്റെ മുഖം കണ്ടില്ല. വീണുകിടക്കുന്ന സഹധർമ്മിണിയെ ഉപേക്ഷിച്ച് അവർ വീണ്ടും മുന്നോട്ടു പോയി. ഭീമൻ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോ വീണ്ടും വീണു. ഭീമൻ നോക്കി. സഹദേവൻ. വേറെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അനുജൻ്റെ പതനത്തിൽ ദുഃഖിതനായി ഭീമൻ മാത്രം വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠ, സഹദേവൻ വീണു. അവൻ എന്നും നമ്മയൊക്കെ ശുശ്രൂഷിച്ചു. അവൻ എന്തേ ജ്യേഷ്ഠ വീണുപോയത്? യുധിഷ്ഠിരൻ നിസ്സംഗനായി പറഞ്ഞു. തന്നെപ്പോലെ അറിവുള്ളവനായി മറ്റാരുമില്ല എന്ന് സഹദേവൻ കരുതി. അവൻ വീണു. വീണുകിടന്ന അനുജനെ ഉപേക്ഷിച്ച് ബാക്കി 4 പേർ മുന്നോട്ട് നടന്നു. പിന്നെയും അവർ ഭൂഭാഗങ്ങൾ പിന്നിട്ടു. അപ്പോൾ പൊടുന്നനെ നകുലൻ വീണു. അതും ഭീമൻ മാത്രം കണ്ടു. ഭീമൻ വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠ, നകുലനും വീണു. അവൻ ധർമ്മിഷ്ഠൻ, സൗന്ദര്യമുള്ളവൻ. എന്തേ അവൻ വീണുപോയത്? യുധിഷ്ഠിരൻ നിർമ്മമനായി മൊഴിഞ്ഞു. സൗന്ദര്യത്തിൽ തന്നെ വെല്ലാൻ ആരുമില്ല എന്ന് നകുലൻ അഹങ്കരിച്ചു. അതുകൊണ്ട് അവൻ വീണു. 3 പേർ മാത്രം ബാക്കിയായി. അവർ പിറകോട്ട് നോക്കാതെ നടന്നു.
കുറേ ചെന്നപ്പോൾ പാർത്ഥൻ പതിച്ചു. മഹാനുഭാവനായ അർജുനൻ ശോകാകുലനായി ഭൂമിയിൽ വീണുകിടന്നു. ആയിരങ്ങളെ പടക്കളത്തിൽ വീഴ്ത്തിയ അർജുനൻ അനാഥനായി ഭൂമിയിൽ വീണുകിടന്നു. ഭീമൻ നിലവിളിക്കും പോലെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഒരിക്കലും അനൃതം ചെയ്യാത്ത എൻ്റെ അനുജൻ മഹാമനസ്വി, അവൻ വീണുപോയി ജ്യേഷ്ഠ. യുധിഷ്ഠിരൻ പതിവ് പോലെ തൻ്റെ കാരണമെടുത്ത് പുറത്തിട്ടു. ഒറ്റ ദിവസം കൊണ്ട് ശത്രുക്കളെ തീർക്കാം എന്നവൻ വാക്കു പറഞ്ഞു. അതവൻ ചെയ്തില്ല. എല്ലാ വില്ലാളി വീരന്മാരെയും അർജുനൻ അപമാനിച്ചു. അവൻ വീണു. 2 പേർ മാത്രം ബാക്കി. അവർ മിണ്ടാതെ നടന്നു. ഏറെ താമസിയാതെ എല്ലാവരുടെയും വീഴ്ച കണ്ട, എല്ലാവരുടെ പതനത്തിലും വേദനിച്ച ഭീമൻ ഭൂമിയിൽ പതിച്ചു. വീണയിടത്ത് കിടന്ന് ഭീമൻ വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ എന്നും അങ്ങയുടെ ഇഷ്ടൻ. ഞാൻ ഇതാ വീണ് കിടക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ വീണത് എന്ന് പറയൂ. യുധിഷ്ഠിരൻ പറഞ്ഞു, എടോ ഭീമ, നീ വളരെയധികം ഉണ്ണുന്നവൻ. ഉണ്ണുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി വേണം എന്ന ധാരണ നിനക്കുണ്ടായിരുന്നില്ല. ശക്തിയിൽ നിനക്ക് തുല്യനായി ആരുമില്ല എന്ന് നീ പറഞ്ഞു. നീ വീണു. ഭീമൻ രക്തധമനികൾ തുടിക്കുന്ന കണ്ണുകൾ കൊണ്ട് മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ നോക്കി. ആരാണിയാൾ? ഭീമൻ പതുക്കെ മിഴികളടച്ചു. തിരിഞ്ഞു നോക്കാതെ യുധിഷ്ഠിരൻ നടന്നു. വീണ്ടും ദൂരങ്ങൾ താണ്ടി. യുധിഷ്ഠിരൻ വെറും ഒരു വ്യക്തിയായി, മനുഷ്യനായി മാറി. അയാളുടെ ചുണ്ടുകൾ വരണ്ടു, മുഖം ശോഷിച്ചു. യാത്ര തുടരേണ്ടതുണ്ട് എന്ന് അയാൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു. പഥികന്മാർ മാറും, പഥങ്ങൾ മാറും, ഒഴുക്കു തുടരും, യാത്ര തുടരും. പുതിയ ജീവിത താഴ്വരകൾ പ്രകാശിച്ചു നിൽക്കും. പിൻവാക്ക്. അവസാനിച്ച ഭാഗത്തു നിന്ന് തുടങ്ങാം. സഹധർമ്മിണിയും സഹോദരന്മാരും വീണപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞ വാക്കുകൾ സാധൂകരിക്കാൻ ഇതിഹാസത്തിൽ സൂചനകളില്ല. യുധിഷ്ഠിരൻ്റേത് ആത്മനിഷ്ഠവും അന്തസ്സില്ലാത്തതുമായ വാക്കുകൾ. അവ ഉച്ചരിച്ച ശേഷം യുധിഷ്ഠിരൻ കുറേ കൂടി ചെറുതായിപ്പോയി എന്ന് തോന്നാം. ദ്യൂതപർവത്തിൽ ചെയ്തതിനൊക്കെ യുധിഷ്ഠിരന് മാപ്പുകൊടുത്ത മനസ്വിനിയാണ് ദ്രൗപദി. മാത്രമല്ല, ദ്രൗപദിക്ക് ഭീമനോടാണ് കൂടുതൽ അടുപ്പം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. വിരാടപർവത്തിലെയും സൗഗന്ധിക കഥയിലെയും സൂചനകൾ അത് വ്യക്തമാക്കുന്നു. മാത്രമല്ല, പഞ്ചപാണ്ഡവരെ ഒരുമിച്ച് നിർത്താൻ പാഞ്ചാലി കാണിച്ച ആത്മത്യാഗത്തിനു മുന്നിൽ യുധിഷ്ഠിരൻ്റെ വാക്കുകൾക്കൊന്നും സത്യത്തിൻ്റെ സൗന്ദര്യമില്ല. ഭീമൻ എന്നും ജ്യേഷ്ഠൻ്റെ കൂടെ നിന്നു. ആപത്തുകളിൽ കരുത്തോടെ നയിച്ചു. ഭീമൻ എന്ന വലിയ ജലയാനത്തിലൂടെയും കൂടിയാണ് മഹായുദ്ധത്തിൻ്റെ പ്രക്ഷുബ്ധമായ കടൽ പാണ്ഡവർ മുറിച്ചു കടന്നത്. അതൊക്കെ മറന്ന് ഭീമൻ്റെ ഭക്ഷണപ്രിയത്വം മാത്രം പറഞ്ഞ് യുധിഷ്ഠിരൻ ചെറുതായിപ്പോയി. അർജുനൻ്റെ കാര്യത്തിൽ ഒരിക്കൽ ധർമ്മപുത്രന് അക്ഷന്തവ്യമായ തെറ്റുപറ്റുകയും അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തതാണ്. വീണ്ടും അതേ തെറ്റ് യുധിഷ്ഠിരൻ ആവർത്തിച്ചു. യുദ്ധരംഗത്ത് അർജുനൻ നേരിട്ട പ്രധാന വെല്ലുവിളി ജ്യേഷ്ഠനെ സംരക്ഷിക്കുക എന്നതായിരുന്നു. ജ്യേഷ്ഠൻ തടവുകാരനാക്കപ്പെടാതിരിക്കാൻ അർജുനൻ എന്നും ശ്രദ്ധിച്ചു. ദ്രോണൻ നിരന്തരം അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. നകുലൻ്റെയും സഹദേവൻ്റെയും കാര്യത്തിൽ യുധിഷ്ഠിരൻ പറഞ്ഞതിലും അവാസ്തവമാണുള്ളത്. 5 പേരെയും വിലയിരുത്തിയ യുധിഷ്ഠിരൻ സ്വയം വിലയിരുത്തലിൽ നിന്ന് വിട്ടുനിന്നു. ഒട്ടേറെ മുഹൂർത്തങ്ങളിൽ കൃഷ്ണൻ യുധിഷ്ഠിരനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദുര്യോധനൻ എല്ലാ പ്രകാരത്തിലും മഹായുദ്ധം നിർമ്മിച്ചെടുത്തു. യുധിഷ്ഠിരൻ അതിനെ തൻ്റെ ബുദ്ധിശൂന്യമായ ചൂതുകളി ഭ്രാന്തുകൊണ്ട് വരവേറ്റു. കള്ളച്ചൂതുകളിയാണെന്നറിഞ്ഞിട്ടും കളി അവസാനിപ്പിച്ചു പോരാതെ മിഥ്യാഭിമാനം ഒന്നുകൊണ്ട് മാത്രം സ്ഥലകാലബോധവും പദവിയും മറന്ന് ദ്യൂതസഭയിൽ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് കൂപ്പുകുത്തി. ധൃതരാഷ്ട്രൻ എല്ലാം തിരിച്ചു നൽകിയിട്ടും വീണ്ടും വാശിയോടെ ആരോടും ആലോചിക്കാതെ അനുദ്യൂതത്തിലേർപ്പെട്ടു. അതിന് വിധിയെ കുറ്റം പറഞ്ഞു. അർജുനനെ അറിയിക്കാതെ ബാലനായ അഭിമന്യുവിനെ ചക്രവ്യൂഹം ഭേദിക്കാൻ പ്രേരിപ്പിച്ചു. അതിനു കൊടുത്ത വില ആ ബാലൻ്റെ ജീവനായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് ഒന്നും കാര്യമായി പരാമർശിക്കാതിരുന്നതിലൂടെ തൻ്റെ ഹൃദയശൂന്യതയും യുധിഷ്ഠിരൻ പ്രദർശിപ്പിച്ചു. ഗദായുദ്ധത്തിൽ 5 പേരിൽ ആരെയും തിരഞ്ഞെടുക്കാം എന്ന വാക്ക് ദുര്യോധനന് നൽകിയതിലൂടെ അനുജന്മാരെയും കൃഷ്ണനെയും യുധിഷ്ഠിരൻ മുൾമുനയിൽ നിർത്തി. ഇത്തരത്തിലുള്ള ഒട്ടേറെ തെറ്റുകൾ യുധിഷ്ഠിരൻ ഇതിഹാസ കഥയിലുടനീളം ആവർത്തിച്ചു കൊണ്ടിരുന്നു. മഹാഭാരത ഗാഥ അതൊക്കെ അതവസരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നായയുടെ കഥ ചർച്ച ചെയ്യാതിരിക്കുന്നത്. അവസാന ഭാഗത്ത് അനുജന്മാരെയും സഹധർമ്മിണിയെയും കുറിച്ച് യുധിഷ്ഠിരൻ ഉച്ചരിച്ച വാക്കുകൾ യാന്ത്രികവും തീർത്തും അനുതാപരഹിതവുമായിരുന്നു. നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ സൗപ്തിക പർവ്വത്തിലേക്കാൾ കൂടുതൽ ഇരുണ്ട ചിത്രങ്ങൾ ഇതിഹാസകാരൻ വരച്ചു വെച്ചത് മൗസല പർവ്വത്തിലാണ് എന്നു കാണാം.
കൂടുതൽ കറുത്ത ചായം ചേർത്ത് ആലേഖനം ചെയ്ത ചിത്രമാണ് മൗസലപർവ്വത്തിൻ്റേത്. ആദ്യം മുതൽ അവസാനം വരെ വായനക്കാരനെ സമ്മർദ്ദത്തിൽ നിർത്തുന്ന ഇരുണ്ട ആഖ്യാനമാണത്. ഇതിഹാസ കഥാവസാനത്തിൻ്റെ നാന്ദി കുറിക്കുന്ന പർവ്വം കൂടിയാണത്. ഗാന്ധാരിയുടെ ശാപത്തിൽ നിന്ന് തുടങ്ങി മുനിമാരുടെ ശാപത്തിൽ അവസാനിക്കുന്ന ദുരന്താരംഭം. കൃഷ്ണനും ബലരാമനും ഒരില കൊഴിയുന്ന ലാഘവത്തോടെ ഇതിഹാസ കഥയുടെ താളുകളിൽ നിന്ന് മറയുന്നു. നോക്കി നിൽക്കെ അർജുനൻ്റെ പാദങ്ങൾക്ക് കീഴെ ദ്വാരകയെ കടലെടുക്കുന്നു. നടന്നു മറയുന്ന സവ്യസാചിയുടെ പാദമുദ്രയ്ക്ക് കീഴെ ദ്വാരക സ്വപ്ന നഗരി പോലെ ഒരോർമ്മ മാത്രമായി മറയുന്നു. മനുഷ്യകാമനകളെയും മനുഷ്യകർമ്മത്തെയും നിരാകരിക്കുന്ന ആഖ്യാനം. നിയതി എന്ന മായികതയാണ് എല്ലാം എന്ന് പ്രഖ്യാപിക്കുന്ന ആഖ്യാനം. നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ സംസ്കൃതത്തിലെ സാഹിത്യചിന്തകനായ ആനന്ദവർദ്ധനൻ വ്യക്തമാക്കിയ ഇതിഹാസത്തിൻ്റെ വിരസ അവസാനം എന്ന സങ്കല്പത്തിൽ ഉൾച്ചേർന്ന കാര്യം. വേണീ സംഹാരം എന്ന മഹാഭാരത സംബന്ധിയായ നാടകത്തിൻ്റെ കഥയുമായി ഇതിഹാസ കഥയെ താരതമ്യപ്പെടുത്തി തീരെ പ്രതീക്ഷാനിർഭരമല്ലാത്ത ഒരു അന്ത്യമാണ് ഭാരതീയ ഇതിഹാസത്തിനുള്ളത് എന്ന് കുന്തകൻ എന്ന സംസ്കൃത നിരൂപകൻ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ജനതയാകെ വിസ്മൃതിയിൽ ലയിക്കുന്നു. സ്ത്രീകൾ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുന്നു. അരാജകത്വത്തിൻ്റെ ശൂന്യത പിറക്കുന്നു. ബാക്കിയായവരെയും കൊണ്ട് അർജുനൻ എന്ന മനുഷ്യൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കുതിക്കുന്നു. വായനക്കാരൻ്റെ ഉള്ളിൽ ഒരു ഇതിഹാസ കാലഘട്ടം മറയുന്നു. സർവനാശത്തിൻ്റെ ശൂന്യത നിറയുന്നു. കൃഷ്ണൻ്റെയും മറ്റ് വൃഷ്ണിവീരന്മാരുടെയും കൈകളിൽ സാഗരതീരത്തെ ഏരകപ്പുല്ലുകൾ ഇരുമ്പുലയ്ക്കകളായി മാറുന്ന ചിത്രം ഇതിഹാസാവസാനത്തിലെ ഭീതിതവും ശക്തവുമായ രൂപകങ്ങളിൽ ഒന്നാണ്. എല്ലാം തികഞ്ഞ ആദർശത്തിൻ്റെ വാർപ്പു മാതൃകകളായ പൂർണ്ണതയാർന്ന കുറേ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നില്ല ഇതിഹാസകാരൻ ചെയ്തത്. വീഴുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് കുതിക്കുന്നവർ, കറുപ്പും വെളുപ്പും കലർന്നവർ, ദൗർബല്യങ്ങളുള്ള മനുഷ്യർ, ചിലരൊക്കെ ഭീഷ്മനെ പോലെ, അർജുനനെ പോലെ, കർണനെ പോലെ, വിതുരനെ പോലെ ഉയരങ്ങളിലേക്ക് പറന്നെത്താൻ ശ്രമിക്കുന്നവർ, ചിലപ്പോഴൊക്കെ താഴോട്ട് വീഴുന്നവർ. അങ്ങനെയാണ് ഇതിഹാസം മനുഷ്യകഥാനുഗാനമായി മാറുന്നത്. ഏകലവ്യൻ, ഹിഡിംബ, ഘടോൽക്കചൻ, ഇരാവാൻ, ബഭ്രുവാഹനൻ എന്നിവർ പ്രധാന ആഖ്യാനത്തിൻ്റെ ഓരത്തു തന്നെയാണെങ്കിലും തിളങ്ങി നിൽക്കുന്നവർ. സ്ത്രീകളൊക്കെ കരുത്തുറ്റവർ, എന്നാൽ പാരമ്പര്യത്തിൻ്റെ ഭാരം ചുമക്കുന്നവർ. യുദ്ധകഥയിൽ അവർക്കൊക്കെ ദുഃഖപുത്രികളാകാതിരിക്കാൻ ആവില്ല. യുദ്ധം പുരുഷന്മാർ വിധിക്കുന്നതാണ്. ദുരന്തം പേറുകയല്ലാതെ സ്ത്രീകൾക്ക് അതിൽ പങ്കില്ല. പരിമിതികളും കുറവുകളും ചിലപ്പോൾ ഹിംസാത്മകമായ നൃശംസതയുമൊക്കെയുള്ള മനുഷ്യർ, എന്നാൽ കരുത്തിൻ്റെ നിറകുടങ്ങൾ. പ്രതിസന്ധികളിൽ പതറുന്നവരും പതറാത്തവരുമുണ്ട്. കൃഷ്ണനടക്കം അപ്രകാരമുള്ള കഥാപാത്രങ്ങളാണ്. നായകന്മാർക്ക് അർദ്ധദേവജന്മത്വം കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും അവരുടെ മാനുഷികമായ ദൗർബല്യത്തെ ഇല്ലാതാക്കുന്നില്ല. കർണനിൽ നായകനും പ്രതിനായകനും മേളിക്കുന്നു. പ്രതിനായകന്മാരിൽ ദുര്യോധനാദികളിൽ വെളുപ്പിൻ്റെ അംശം കുറവാണ്. ഗദായുദ്ധത്തിൽ ഭീമനെ തൻ്റെ എതിരാളിയായി തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ഒഴികെ മറ്റൊരു വേളയിലും ദുര്യോധനൻ ഉയർന്നു നിൽക്കുന്നില്ല. ദുശാസനൻ, ശകുനി എന്നീ പ്രതിനായകന്മാരിൽ സവിശേഷമായി എന്തെങ്കിലും ഗുണവുമില്ല. ശകുനിയെപ്പോലൊരു വിചിത്ര കഥാപാത്രം ഇതിഹാസത്തിൻ്റെ ഗംഭീരമായൊരു സംഭാവനയത്രേ. ആ മാതൃക വച്ചാവാം പിൽക്കാലത്ത് ശൂദ്രകൻ എന്ന നാടകകൃത്ത് മൃച്ഛകടികം എന്ന നാടകത്തിലെ ശകാരൻ എന്ന കഥാപാത്രത്തിന് രൂപം കൊടുത്തത്. ഇതിഹാസത്തിൽ ആകമാനം പ്രകടമാകുന്ന ചാതുർവർണ്ണ ആഖ്യാനത്തിൻ്റെ സാന്നിധ്യമാണ് മറ്റൊരു ശ്രദ്ധാർഹമായ കാര്യം. ബ്രാഹ്മണർ, മുനിമാർ, പുരോഹിതർ, പുരോഹിത ഭക്തരായ രാജാക്കന്മാർ എന്നിവരൊക്കെ അത്തരമൊരാഖ്യാനത്തിൻ്റെ പ്രഭാവം വ്യക്തമാക്കുന്നുണ്ട്. പല കഥാപാത്രങ്ങളുടെയും മൂലബോധത്തെയും മൂല്യനിർണയത്തെയും ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയുടെ പ്രഭാവധാരയാണ് എന്ന് കാണാം. മഹാജ്ഞാനിയായ വിതുരൻ പോലും അതിൻ്റെ സ്വാധീനതാധാരയിലാണ് എന്നത് അവധേയമത്രേ. ആ അനഭികാമ്യമായ വ്യവസ്ഥയാണ് വ്യാസപുത്രനായിട്ടും വിതുരനെ രാജധാനിയിൽ രണ്ടാം തരക്കാരനാക്കിയത്. യുയുത്സുവിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും വൈശ്യസ്ത്രീയിലുണ്ടായവൻ എന്ന് വ്യവസ്ഥ എടുത്തു പറഞ്ഞു. കർണൻ സൂതപുത്രൻ എന്ന് വിളിക്കപ്പെട്ട് എന്നും അപമാനിക്കപ്പെട്ടു. സത്യം അറിയാമായിരുന്ന ഭീഷ്മർ പോലും കർണനെ മനഃപൂർവ്വം അങ്ങനെ അപ്രകാരം വിളിച്ചു. ഇതിഹാസത്തിൽ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഉപാഖ്യാനങ്ങളിലും ഉപദേശകഥകളിലുമൊക്കെ വർണ്ണധർമ്മത്തിൻ്റെ പ്രഭാവം വ്യക്തമാണ്. ശാന്തി അനുശാസന പർവ്വങ്ങളിൽ വിവരിക്കപ്പെടുന്ന കഥാപ്രപഞ്ചത്തിലും
ചാതുർവർണ്ണ ആഖ്യാനത്തിൻ്റെ ശക്തമായ അധോധാരകൾ കാണാം. യുദ്ധാരംഭം, യജ്ഞം, തീർത്ഥയാത്ര, വാനപ്രസ്ഥം തുടങ്ങിയ വേളകളിൽ ബ്രാഹ്മണർക്കായുള്ള ദാനയജ്ഞം വലിയൊരു സംഭവമാണ് എന്ന് ഇതിഹാസം സാക്ഷ്യപ്പെടുത്തുന്നു. ഭീഷ്മൻ്റെയും കൃഷ്ണൻ്റെയും യുധിഷ്ഠിരൻ്റെയും ഭീമൻ്റെയും അർജുനൻ്റെയും ഒക്കെ ഭാഷണങ്ങളിലും കർമ്മത്തിലും ചിലപ്പോഴൊക്കെ ചാതുർവർണ്ണ്യത്തിൻ്റെ പ്രഭാവം കടന്നുവന്നു. മഹാപ്രസ്ഥാന പർവം വരെ മനുഷ്യകഥാനുഗായിയായി തുടർന്ന ഇതിഹാസം സ്വർഗാരോഹണ പർവ്വത്തിലെത്തുമ്പോൾ പൊടുന്നനെ ദേവകഥാനുഗാനമായി മാറുന്നു. ഇതിഹാസം അതുവരെ തുടർന്ന മാനുഷികതയുടെ സ്വാഭാവികമായ ഒഴുക്കിന് വിരുദ്ധമായ ഒന്നാണത്. പല കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതും എഴുതപ്പെട്ടതുമാകാം എന്നതുകൊണ്ട് പ്രസ്തുത വ്യതിയാനത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. എന്നാൽ നായയുടെ കഥ പോലുള്ള ആഖ്യാനത്തിന് മനുഷ്യകഥാനുഗാനം എന്ന നിലയിൽ പ്രാധാന്യമില്ല എന്ന് കരുതുന്നതുകൊണ്ട് മഹാഭാരത ഗാഥ പ്രസ്തുത കഥകൾ പോലുള്ളവ പരിഗണിച്ചിട്ടില്ല. ഒരു ജീവിതകാലം മുഴുവൻ ശത്രുതയും വെറുപ്പും അസഹിഷ്ണുതയും വളർത്തി വലുതാക്കി മഹായുദ്ധം കൊണ്ടുവന്ന് ആഘോഷിക്കുന്നതിന് നേതൃത്വം നൽകിയ ദുര്യോധനൻ എന്ന പ്രതിനായകൻ വിരാജിച്ചു വാഴുന്ന സ്വർഗത്തെക്കുറിച്ച് പറയുന്ന സ്വർഗാരോഹണിക പർവ്വത്തിലെ പ്രമേയം ഇതിഹാസം പുലർത്തിയ ആഖ്യാനയുക്തിക്ക് വിരുദ്ധമായതുകൊണ്ട് കൂടിയാണത്. യുധിഷ്ഠിരൻ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് വരുന്ന യുധിഷ്ഠിരൻ അടക്കമുള്ളവരെ കൺകെട്ടുവിദ്യകളുമായി പരീക്ഷിക്കാനിരിക്കുന്ന ദേവന്മാർ നിസ്സാരന്മാരായ കഥാപാത്രങ്ങളായിപ്പോലും ഇതിഹാസത്താൽ ചലനമുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് മഹാഭാരത ഗാഥയിൽ ഇതിഹാസത്തിലെ പ്രസ്തുത ഭാഗം പരിഗണനയ്ക്കെടുത്തില്ല. ദേവകഥകൾ ഇരമ്പുന്ന പുരാണ വാങ്മയത്തിൽ നിന്ന് മാനുഷിക കഥയിലേക്കുള്ള ഒഴുക്കാണ് ഇതിഹാസം എന്ന സാഹിത്യരൂപത്തിൻ്റെ സവിശേഷത. ഇതിഹാസകാരനായ വ്യാസനെക്കുറിച്ച് പറയാതെ മഹാഭാരത ഗാഥയ്ക്ക് തിരശീല വീഴ്ത്തുന്നത് അനുചിതമാകും. വ്യാസന് ഇതിഹാസത്തിൽ ദ്വിമുഖ വ്യക്തിത്വമാണുള്ളത്. ഇതിഹാസത്തിൻ്റെ എഴുത്തുകാരൻ എന്ന നിലയിൽ പൂർവവൃത്തങ്ങളെ സർഗാത്മകമായ എഴുത്തിൻ്റെ മാന്ത്രിക തൂലികയാൽ സമീപിച്ച് മനുഷ്യജീവിതമിരമ്പുന്ന ഐതിഹാസികമായ രചന നിർവഹിച്ച വ്യാസൻ എന്ന കലാകാരൻ ഏറെ ഉയരത്തിൽ നിൽക്കുന്നു. അതേസമയം വ്യാസൻ അത്രയേറെയൊന്നും ഉയരത്തിൽ നിൽക്കുന്ന ഇതിഹാസ കഥാപാത്രമല്ല. മഹാഭാരത യുദ്ധം തടയാനാകുമെന്നോ തടയേണ്ടതാണെന്നോ അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. മാത്രമല്ല, യുദ്ധം ഒഴിവാക്കാൻ മറ്റുള്ളവർ നടത്തുന്ന ശ്രമങ്ങളിൽ വ്യാസൻ ഉദാസീനനായിരുന്നു. അവസാനം അദ്ദേഹം തന്നെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്നറിയാമായിരുന്നു എന്ന് അർജുനനോട് പറയുന്നുമുണ്ട്. അതെ, മഹാഭാരത യുദ്ധം എന്ന സർവനാശം വിതയ്ക്കുന്ന പ്രതിഭാസം സംഭവിക്കാനുള്ളതാണ്, സംഭവിക്കേണ്ടതാണ് എന്ന ആഖ്യാനത്തിൻ്റെ വക്താവായി വ്യാസൻ എന്ന കഥാപാത്രം മാറുന്നു. മാത്രമല്ല, യുദ്ധാനന്തരം യുധിഷ്ഠിരൻ്റെ അശ്വമേധയാഗം പോലുള്ള കാര്യങ്ങൾക്ക് സജീവമായ പങ്കാളിത്തമാണ് അദ്ദേഹത്തിനുള്ളത്. യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമത്തിലെ ഔദാസീന്യവും യുദ്ധാനന്തര കർമ്മങ്ങളിലെ അമിത താൽപ്പര്യവും പ്രതിധ്രുവങ്ങളിൽ നിൽക്കുന്നു. യാഗാനന്തരം അദ്ദേഹം യുധിഷ്ഠിരനിൽ നിന്ന് ഭൂമി ദാനമായി സ്വീകരിക്കുകയും അത് രാജാവിന് തന്നെ തിരിച്ചു കൊടുത്ത് അതിൻ്റെ വില ഈടാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ബ്രാഹ്മണർ അർത്ഥം മോഹിക്കുന്നവരാണല്ലോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാസൻ എന്ന കഥാപാത്രത്തിൻ്റെ ഭാഷണത്തിൽ ആകെ അധികവും നിറഞ്ഞു നിന്നത് വർണ്ണാശ്രമധർമ്മ സംബന്ധിയായ മൊഴികൾ. എന്നാൽ വ്യാസൻ എന്ന ഇതിഹാസകാരൻ ഉദാത്തമായൊരു സങ്കല്പമായി ഇതിഹാസത്തിൽ ലയിച്ചു നിൽക്കുന്നതായി അനുഭവപ്പെടും. കിതയ്ക്കുകയും കുതിക്കുകയും വീഴുകയും വീണ്ടും എഴുന്നേറ്റ് ഓടുകയും ചെയ്യുന്ന മനുഷ്യാത്മാക്കളുടെ കഥയാണ് ഭാരതീയ ഇതിഹാസം. മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഘർഷാത്മകമായ മനുഷ്യബന്ധങ്ങളുടെ ആവിഷ്കാരം ഏറ്റെടുക്കുന്ന കൃതി. യുദ്ധരംഗങ്ങളുടെ ചടുലവും നാടകീയവുമായ ആഖ്യാനത്താൽ വിസ്മയം തീർത്ത കൃതി. മഹാസങ്കരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ ഗാന്ധാരി, കുന്തി, ദ്രൗപദി, ദുശ്ശളമാരുടെ ഹൃദയാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് പെണ്ണിൻ്റെ കണ്ണുനീരിൻ്റെ വിലാപകാവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ശോക ഇതിഹാസം. അവരോഹണത്തിൻ്റെയും ആരോഹണത്തിൻ്റെയും വേളകളിൽ വിളറി വീഴുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന മനുഷ്യാത്മാവിൻ്റെ ധർമ്മസങ്കടങ്ങൾ പുനരാഖ്യാനം ചെയ്യുന്ന രചന. അത് വ്യക്തിയുടെയും മനുഷ്യരാശിയുടെയും വിജയത്തിൻ്റേതു മാത്രമല്ല, പരാജയത്തിൻ്റെ പാഠങ്ങളും നമ്മെ പരിചയപ്പെടുത്തുന്നു. മഹാഭാരതം അതൊക്കെയാണ്. ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്ന അർത്ഥം വരുന്ന ചരൈവ ചരൈവ എന്ന പഴയ ഉപനിഷദ് വാക്യത്തിൻ്റെ സന്ദേശമാണ് ഇതിഹാസത്തിൻ്റേത്. മഹാപ്രസ്ഥാനം എന്ന ശീർഷകം അത്തരമൊരർത്ഥത്തെ പ്രാധാന്യത്തോടെ വ്യഞ്ജിപ്പിക്കുന്നുണ്ട്. മഹാപ്രസ്ഥാനം എന്നാൽ മഹത്തായ യാത്ര. അത്
ചലനത്തിൻ്റെയും യാത്രയുടെയും അവിഛിന്നമായ ഒഴുക്കിൻ്റെയും രൂപകമത്രേ. യുധിഷ്ഠിരൻ യാത്ര തുടരുന്നിടത്ത് കഥ വീണ്ടും തുടരും. യുധിഷ്ഠിരൻ്റെ യാത്ര തീർന്നാലും മറ്റുള്ളവർ ആ യാത്ര ഏറ്റെടുക്കാതെ വയ്യ. നദിയൊഴുക്ക് പോലെ അത് തുടരും. കടലിൻ്റെ നിതാന്തമായ ഇരമ്പം പോലെ ജീവിതം വെമ്പുകയും അതിൻ്റെ പ്രശാന്തി പോലെ ജീവിതം സ്വച്ഛമാവുകയും വീണ്ടും കലങ്ങി ഇരമ്പി മുന്നോട്ടു പോവുകയും ചെയ്യും. വഴികൾ മാറും, പോകാനുള്ള ഇടങ്ങൾ മാറും, ലക്ഷ്യങ്ങൾ മാറും, യാത്രക്കാർ മാറും, എല്ലാം മാറിക്കൊണ്ടിരിക്കും. മുന്നോട്ടുള്ള യാത്ര പക്ഷേ ജീവിതം തുടർന്നുകൊണ്ടിരിക്കും. ആകാശത്തിലെ താരകങ്ങൾ അന്നും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും. മഹാഭാരതം എന്ന ഒരു ക്ലാസിക്കൽ യുദ്ധേതിഹാസ കൃതി ആധുനിക വായനക്കാരനോട് സംവദിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം പ്രസക്തമാണ് എന്ന് തോന്നുന്നു. മഹാഭാരത ഗാഥയിൽ പലപ്പോഴായി അതിനുള്ള പ്രതികരണം ചർച്ചയ്ക്കെടുത്തതായി കാണാം. ഭാരത ഇതിഹാസം പുതുവായനക്കാരനോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് ഒരു മഹത്തായ സാഹിത്യകൃതി എന്ന നിലയ്ക്ക് തന്നെയാണ്. മതഗ്രന്ഥമെന്ന നിലയ്ക്കോ അതിൻ്റെ ധർമ്മശാസ്ത്രപരമായ മാനങ്ങൾ കൊണ്ടോ സമ്പന്നവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ ഒട്ടേറെ ഉപാഖ്യാനങ്ങൾ കൊണ്ടോ അല്ല. മഹത്തായ യുദ്ധേതിഹാസങ്ങൾ എന്നും മനുഷ്യൻ്റെ ഹൃദയത്തെയും ധിഷണയെയും ആഴത്തിൽ സ്വാധീനിച്ചു. ഇടിമിന്നൽ പോലെ ചിലപ്പോൾ അത്തരം കൃതികൾ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ചില സത്യങ്ങളെ അനാവൃതമാക്കും. അപരിചിതവും വിചിത്രവുമായ അനുഭവലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നമ്മെ വിസ്മയകരമായ അനുഭൂതികളുടെ സമതലങ്ങളിലേക്കും ആതിഥ്യകളിലേക്കും നയിക്കും. മനുഷ്യരാശിയുടെ ഭാഗധേയങ്ങളുടെ മിന്നലാട്ടങ്ങൾക്ക് വായനക്കാരൻ സാക്ഷ്യം വഹിക്കും. മാനവ ജീവിതത്തിൻ്റെ മൂല്യങ്ങളിലേക്കും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും നിലപാടുകളിലേക്കും അത് നമ്മെ നയിക്കും. ഹൃദയാലുതയുടെ ഉയരങ്ങളിൽ നിന്നും സഹാനുഭൂതിയുടെ സരിത്തുകൾ മനുഷ്യരാശിയുടെ സമതലങ്ങളിലേക്ക് പരന്നൊഴുകും. സാഹിത്യാനുഭവത്തിൻ്റെ അനുപമമായ ലോകാന്തരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വഴിയൊരുക്കും. ഭാരതീതിഹാസം ആധുനിക വായനക്കാരനിൽ സഞ്ചരിക്കുന്നത് അങ്ങനെയൊക്കെ ആവാം. ആവർത്തിക്കുന്ന ബ്രാഹ്മണിക ആഖ്യാനങ്ങളുടെ പ്രഭാവ വലയത്തെ മുറിച്ചു കടന്ന് മഹാഭാരത ഇതിഹാസം ആധുനിക കാലത്ത് അതിൻ്റെ മാനുഷികമായ പ്രമേയ പരിസരത്താൽ സമത്വബോധത്തിൽ അധിഷ്ഠിതമായ മനുഷ്യ അന്തസ്സിൻ്റെയും ഭയാനകമായ വംശഹത്യ സൃഷ്ടിക്കുന്ന യുദ്ധത്തിൻ്റെ വ്യർത്ഥതയുടെയും ഗാഥകൾ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് പുതിയ കാലത്തിൻ്റെ നവീന തീരങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. മഹാഭാരത ഗാഥ ഇവിടെ അവസാനിക്കുന്നു.